വെറും 8 മണിക്കൂറിൽ 8 ലക്ഷത്തിലധികം പേർ BJP വിട്ട അണ്ണാമലയുടെ വി ദ ലീഡേഴ്സ് വൺ ഹിറ്റ് പിന്തുണയുമായി ലക്ഷങ്ങൾ. പാർട്ടിയിൽ നിന്നും രാജിവെച്ച് തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ നടത്തുന്ന പുതിയ രാഷ്ട്രീയ നീക്കത്തിന് വൻ ജനപിന്തുണയേറുന്നുവെന്ന റിപ്പോർട്ടുകൾ. അണ്ണാമലൈ പുതുതായി ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായ വി ദ ലീഡേഴ്സ് തുടക്കത്തിൽ ലക്ഷക്കണക്കിന് അനുയായികളെ നേടിയെന്നാണ് കണക്കുകൾ. വെള്ളിയാഴ്ച BJPയിൽ നിന്നും രാജിവെച്ച് പുതിയ പ്രസ്ഥാനം ആരംഭിച്ച് വെറും 8 മണിക്കൂറുകൾക്കകം 8 ലക്ഷത്തിലധികം സന്നദ്ധ പ്രവർത്തകർ സംഘടനയിൽ അംഗങ്ങളായെന്നാണ് വിവരം. വി ദ ലീഡേഴ്സ് എന്ന ഓൺലൈൻ ലിങ്ക് വഴി ആരംഭിച്ച ഓൾ ഇന്ത്യ രജിസ്ട്രേഷന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ 8 ലക്ഷത്തോളം പേരാണ് അണ്ണാമലയ്ക്ക് പിന്തുണയുമായി എത്തിയത്. 8,68,676 പേർ ഇതിനോടകം ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞതാണ് ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിരവധി BJP പ്രവർത്തകരും പാർട്ടി വിട്ട് അണ്ണാമലയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സാധാരണക്കാരന്റെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ രാഷ്ട്രീയ യാത്രയുടെ തുടക്കമായാണ് അണ്ണാമലൈ തന്റെ പുതിയ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്നത്. കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം സെന്റർ ഫോർ എത്തിക്സ് ആൻഡ് പൊളിറ്റിക്സ് ഈ പ്രസ്ഥാനത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമായി വി ദ ലീഡേഴ്സ് പ്രവർത്തിക്കുമെന്ന് അണ്ണാമലൈ വ്യക്തമാക്കുന്നു. IPS ഓഫീസറായിരുന്ന അണ്ണാമലൈ ജോലി രാജിവെച്ച് BJPയിൽ ചേർന്നത് 2020-ലാണ്. കഴിഞ്ഞ 18 മാസമായി അണ്ണാമലൈ BJPയുമായി അഭിപ്രായ ഭിന്നതകൾ തുടരുകയായിരുന്നു. ഇന്ത്യക്കാരനോ തമിഴനോ എന്ന ആശയക്കുഴപ്പമുണ്ടായിരുന്നുവെന്നും ഇന്നു മുതൽ പുതിയ വഴിയാണെന്നും അണ്ണാമലൈ രാജിക്ക് ശേഷം വ്യക്തമാക്കി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നും പാർട്ടി വളർത്താൻ സമയം വേണമെന്നും അദ്ദേഹം പറയുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടാണ് അണ്ണാമലൈയുടെ നീക്കം. നിലവിൽ ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സംഘം വൈകാതെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടേക്കും. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് അണ്ണാമലൈയുടെ ലക്ഷ്യം. തമിഴ് സിനിമാ താരം രജനീകാന്തിന്റെ ആശീർവാദത്തോടെയാണ് പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് ഇറങ്ങുന്നതെന്നാണ് അണ്ണാമലൈ പറയുന്നത്.